ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മാർക്കോ തൃശയൊക്കെ ആയിട്ട് വന്നപ്പോഴേക്കും ഒരു അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്തായാലും ഒരു പ്രമുഖ യൂട്യൂബിൻ്റെ ഒരു പോൾ ഇട്ടിരുന്നു. അതായത് ഏറ്റവും നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയത് മാർക്കോയാണോ അതോ പുഷ്പയാണോ എന്ന്. എന്തായാലും ഏതാണ്ട് 60 മുകളിൽ ശതമാനം വോട്ട് മാർക്കോയ്ക്കാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. പുഷ്പയ്ക്ക് 40 താഴെയാണ്. എന്തായാലും ഇവിടെ ഫൈറ്റ് ഉണ്ടാക്കുന്നത്, ഫാൻ ഫൈറ്റ് ചെയ്യുന്നത് മലയാളികളല്ല. നമ്മൾ വോട്ട് ചെയ്തതാണ്. ബട്ട് മലയാളികൾ തമ്മിലല്ല, നോർത്ത് ഇന്ത്യൻസ് തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ്. പുഷ്പയാണ് നല്ലത്, മാർക്കോയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സോ എന്തായാലും ഫൈറ്റൊക്കെ അവിടെ നടക്കട്ടെ. എന്തായാലും ഒരു നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ ആ ഒരു സൈഡിൽ നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു മാർക്കോ എന്ന സിനിമയ്ക്ക്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും മാർക്കോ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. 200 ലൈക്കിന് ടാർഗറ്റ്. എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തൃശയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തൃശയും വിജയുടെ പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും ഇതൊരു വിവാദപരമായൊരു തീരുമാനം തന്നെയായിരിക്കും. എന്താ പറയുക, ഒന്നാമത് തൃശ വിജയ് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം റൂമേഴ്സ് മറ്റുള്ള കാര്യങ്ങളും വിവാദങ്ങളൊക്കെ നടക്കുന്ന ഈ ഒരു സമയത്ത് വീണ്ടും ഇങ്ങനൊരു വാർത്ത കൂടി കേൾക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു അവസ്ഥയായിരിക്കും എന്ന് തന്നെ പറയാം. സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.